ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ വീഡിയോസ് കാണാത്തവർ ആ വീഡിയോസ് കണ്ട ശേഷം ബാക്കി ക്ലാസ്സസ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 8-ലെ ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് 6ഉം 7ഉം നോക്കാം. ഓക്കെ, അപ്പോൾ 6th ക്വസ്റ്റ്യൻ, വെൻ യു സ്റ്റാർട്ട് ടു ആഡ് അപ്പ് പവേഴ്സ് ഓഫ് 2 സ്റ്റാർട്ടിംഗ് വിത്ത് 1, that is, take 1, 1 plus 2, 1 plus 2 plus 4, 1 plus 2 plus 4 plus 8. Now add 1 to each of these numbers. What numbers do you get? Why does this happen? അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് പവേഴ്സ് 2ൻ്റെ പവേഴ്സ് ഓഫ് 2 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്യണം. ആദ്യം പവേഴ്സ് ഓഫ് 2 ആഡ് ചെയ്യുക, ദെൻ ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന നമ്പറിൻ്റെ പാറ്റേൺസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വൈ ഡസ് ദിസ് ഹാപ്പൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വൈറ്റ് ബോർഡിലോട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6. അപ്പോൾ പവേഴ്സ് ഓഫ് 2 ആണ് ആദ്യം നമുക്ക് എഴുതാനുള്ളത്. പവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2ൻ്റെ പവർ ആയിട്ട് വരുന്ന നമ്പേഴ്സ്. അതായത് നമുക്ക് 2ൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു അല്ലേ, എക്സ്പോണൻസിൽ വരുന്നതാണ്. 2 റൈസ് ടു 0 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് 2 റൈസ് ടു 1 നോക്കണം, ദെൻ 2 റൈസ് ടു 2 നോക്കണം, 2 റൈസ് ടു 3, 2 റൈസ് ടു 4, അങ്ങനെ 2ൻ്റെ പവേഴ്സ് വരുന്ന നമ്പേഴ്സ് കണ്ടുപിടിച്ച് ആഡ് ചെയ്യുക. 2 റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏതൊരു നമ്പർ റൈസ് ടു 0 എന്ന് വന്നാലും അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. ദെൻ 2 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ദെൻ 2 റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2, 2നെ 2 പ്രാവശ്യം ഗുണിക്കുക, അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2, 2നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുക, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 8. ദെൻ 2 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 16. ഓക്കെ അല്ലേ? ഇനി ഈ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആദ്യത്തെ 1 ഞാൻ അതുപോലെ തന്നെ എഴുതി, 1 ഈക്വൽ ടു 1 എന്ന് എഴുതി. ദെൻ ആദ്യത്തെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക, 1ഉം 2ഉം ആഡ് ചെയ്യുക. 1 പ്ലസ് 2 ആഡ് ചെയ്യുമ്പോൾ 3. ദെൻ അടുത്ത 1, 2, 4 ആഡ് ചെയ്യുക. ദെൻ 1 പ്ലസ് 2 പ്ലസ് 4, 1 പ്ലസ് 2 പ്ലസ് 4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 7 എന്ന് കിട്ടും. ദെൻ 1, 2, 4, 8 ഇത്ര ആഡ് ചെയ്യുക. 1 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 8 ഇത്ര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 15 എന്ന് വരും. ദെൻ 1 പ്ലസ് അടുത്ത ഏതൊക്കെ ആഡ് ചെയ്യും? 1, 2, 4, 8, 16 വരെ ആഡ് ചെയ്യുക. 1 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 8 പ്ലസ് 16 വരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 31 എന്ന് വരും. കൂട്ടുകാരെ, അടുത്തൊരു ലൈൻ കൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? 2 റൈസ് ടു 5 എത്രയാണെന്ന് കണ്ടുപിടിച്ച് ഇവിടെ എഴുതുക. 2നെ 5 പ്രാവശ്യം എഴുതി ഗുണിക്കുക. അതുവരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് താഴത്തെ ലൈനായിട്ട് എഴുതുക. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഇവിടെ ഒരു നമ്പർ പാറ്റേൺ കിട്ടി. 1, 3, 7, 15 ആൻഡ് 31. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ കിട്ടിയ നമ്പേഴ്സിൻ്റെ കൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ആഡിങ് 1 to the sequence. നമുക്ക് ഈ കിട്ടിയ സീക്വൻസിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. ആദ്യം കിട്ടിയ ആൻസർ 1 ആണല്ലോ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1 പ്ലസ് 1, 2 എന്ന് കിട്ടും. ദെൻ അടുത്ത് 3യുടെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ദെൻ 7ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 8. ദെൻ 15ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 16. ദെൻ 31ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ ഇത് വരും 32 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ആൻസർ കണ്ടോ? 2, 4, 8, 16, 32. നമുക്ക് കിട്ടിയത് എന്താണ്? ഈ 2ൻ്റെ പവേഴ്സ് തന്നെ നമുക്ക് വീണ്ടും കിട്ടി അല്ലേ? 2, 4, 8, 16. ഇനി നമുക്ക് ഇവിടെ 2 റൈസ് ടു 5 കിട്ടിയാൽ 2 റൈസ് ടു 5 കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് കിട്ടും? ഇവിടുത്തെ നമ്പർ 32 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? പവേഴ്സ് ഓഫ് 2ൻ്റെ സം കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഈ പവേഴ്സ് ഓഫ് 2 തന്നെ കിട്ടും. ഒന്നുകൂടെ പറയാം, പവേഴ്സ് ഓഫ് 2ൻ്റെ സം, അതായത് പവേഴ്സ് ഓഫ് 2 കണ്ടുപിടിച്ച് അതിൻ്റെ സം എടുത്ത് ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? പവർ ഓഫ് 2 തന്നെ കിട്ടും. ഓക്കെ അല്ലേ? ആഡിങ് the sequence of powers of 2 and വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണമല്ലേ? അപ്പോൾ and 1 result
in the next power of 2. അതായത് പവേഴ്സ് ഓഫ് 2 എടുത്ത് അതിൻ്റെ സം കാണുക. ദെൻ വീണ്ടും ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനെ കിട്ടും? പവർ ഓഫ് 2 തന്നെ കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ഹാപ്പൻ വെൻ യു മൾട്ടിപ്ലൈ ദ ട്രയാങ്കുലാർ നമ്പേഴ്സ് ബൈ 6 ആൻഡ് ആഡ് 1? വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ്? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് എ പിക്ചർ? അപ്പോൾ എന്താണ്? നമ്മൾ ട്രയാങ്കുലാർ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അതായത് നമ്മൾ ട്രയാങ്കുലാർ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. ആ ട്രയാങ്കുലാർ നമ്പേഴ്സിനെ ആദ്യം 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ട്രയാങ്കുലാർ നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ട്രയാങ്കുലാർ നമ്പേഴ്സ്? ഇവിടെ ഇങ്ങോട്ട് എഴുതാം. ട്രയാങ്കുലാർ നമ്പേഴ്സ് which are the triangular numbers 1, 3, 6, 10, 15, then 21, 28 അങ്ങനെ ട്രയാങ്കുലാർ നമ്പേഴ്സ്. ട്രയാങ്കുലാർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലാണ് എന്താണ്? 1, then 1 plus 2, then 1 plus 2 plus 4 അങ്ങനെ നമ്മൾ എന്താണ് കൗണ്ടിങ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണ് എന്താണ് ട്രയാങ്കുലാർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഈ ഓരോ ട്രയാങ്കുലാർ നമ്പേഴ്സിനെയും നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് എന്താ എഴുതാം? മൾട്ടിപ്ലൈയിങ് ട്രയാങ്കുലാർ നമ്പേഴ്സ് വിത്ത് 6 ആൻഡ് ആഡ് 1 അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ 1 ആഡും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 1 എടുക്കാം. 1 × 6 1 × 6 ചെയ്തു. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 × 6 6 6 + 1 7. പിന്നെ അടുത്ത നമ്പർ 3 ആണ്. 3 × 6 അതിൻ്റെ കൂടെ വീണ്ടും എന്ത് ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. 3 × 6 18 ആണ്. 18 + 1 19. ദെൻ അടുത്ത നമ്പർ ഏതാ? 6 ആണ് അല്ലേ? 6 × 6 അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. 6 × 6 36. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 37. പിന്നെ അടുത്ത നമ്പർ ഏതാ? 10 × 6 അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 10 × 6 60 + 1 61 എന്ന് കിട്ടും. ദെൻ 15 × 6 15 × 6 + 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 90 91 + 91 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ കൂടെ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമുക്ക് കിട്ടിയ സീക്വൻസ് ഏതാണ്? 1 7 19 37 61 91 എന്നാണല്ലോ ആൻസർ കിട്ടിയത്. ഇത് എന്താണ്? ഇത് ഹെക്സഗണൽ നമ്പേഴ്സ് ആണ്. ഈ നമ്പേഴ്സ് ആണ് ഹെക്സഗണൽ നമ്പേഴ്സ്. ഈ നമ്പേഴ്സിനെ എന്ത് പറയാം? ദ ഒബ്റ്റെയിൻഡ് സീക്വൻസ് ഈസ് hexagonal numbers. അപ്പോൾ ഈ ഹെക്സഗണൽ നമ്പേഴ്സ് വെച്ച് നമ്മൾ എങ്ങനെ പാറ്റേൺ വരയ്ക്കുമെന്നാണ് ഇനി ചെയ്യാനുള്ളത്. ഹെക്സഗണൽ നമ്പേഴ്സിൻ്റെ പാറ്റേൺസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഫിഗർ ഞാൻ വരച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം 1 ആണ്. അപ്പോൾ നമുക്ക് 1 ഡോട്ട്, ദെൻ 7 ആകുമ്പോൾ ദെൻ 1 ഡോട്ടും അതിന് ചുറ്റും എത്രയാണ്? 1 + 7 6 ആണ്. അപ്പോൾ നമുക്ക് അതിന് ചുറ്റും ഹെക്സഗണിനകത്ത് ഇവിടെ കണ്ടോ ഒരു ലെയറിൽ 2 ഡോട്ട്സ് ആണ്. 1 2. ദെൻ ഈ സൈഡിൽ വരുമ്പോൾ ഇവിടെയും 1 2. ഈ സൈഡിൽ വരുമ്പോൾ 1 2 ദെൻ 1 2 1 2. അപ്പോൾ ഓരോ സൈഡിലും 2 ഡോട്ട്സ് വീതം ഇടണം. ദെൻ 19 ആകുമ്പോൾ ഇതാ കണ്ടോ ആദ്യത്തെ നമ്മൾ അകത്ത് എന്ത് കൊടുക്കും? 1 ഡോട്ട് കൊടുക്കും. ദെൻ അടുത്ത ഹെക്സഗണിനകത്ത് 2 എണ്ണം ഓരോ സൈഡിലും 2 എണ്ണം വീതം 1 2. ദെൻ ഇവിടെ 1 2 ഇത് 1 2 1 2. അപ്പോൾ അകത്തെ ലെയറിനകത്ത് 2 എണ്ണം വീതം കൊടുക്കണം. ദെൻ വീണ്ടും അതിൻ്റെ പുറത്തുള്ള ലെയറിനകത്ത് നമ്മൾ ഓരോ സൈഡിലും 3 ഡോട്ട്സ് വീതം കൊടുത്തു. 1 2 3. ഈ സൈഡിലാണെങ്കിൽ 1 2 3. ഇവിടെ 1 2 3 1 2 3. അപ്പോൾ ഈ സൈഡ് അത്രയും 3 ലെയർ വീതം കൊടുത്തു. ദെൻ അടുത്ത നമ്പർ ഏതാ? 37. 37 വരയ്ക്കുമ്പോൾ എന്താണ്? ആദ്യം ഈ പിക്ചർ അതുപോലെ വരയ്ക്കുക. അതായത് അകത്തൊന്ന്, പിന്നെ പുറത്തെ ലെയറിൽ 6, ദെൻ അതിൻ്റെ ഓരോ സൈഡിലും 2 എണ്ണം വീതം, ദെൻ അടുത്ത ലെയറിലെ ഓരോ സൈഡും 3 എണ്ണം വീതം. ദെൻ ഇനി അടുത്ത് നമ്മൾ 37 വരയ്ക്കുമ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഒരു ലെയർ കൂടെ വരും. അതിൻ്റെ ഓരോ സൈഡിലും എത്ര ഡോട്ട്സ് വീതം വേണം? 4 ഡോട്ട്സ് വീതം വേണം.
അതിൻ്റെ വീണ്ടും അടുത്ത നമ്പർ 61 വരയ്ക്കുമ്പോൾ അടുത്ത പുറത്തുള്ള ലെയറിൽ 5 ഡോട്ട്സ് വീതം വേണം. അത് കൂട്ടുകാർ വരച്ച് നോക്കിയാൽ മതി. ഞാനിവിടെ മൗസ് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കൂട്ടുകാർ അത് തെറ്റാതെ വരയ്ക്കണം. അടുത്ത ലെയറിൽ 4, അതിൻ്റെ അടുത്ത ലെയറിൽ 5, അങ്ങനെ വരച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്